അതിന്റെ ഇടയിൽ തൊപ്പ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അണ്ണ ഉറങ്ങിയതുകൊണ്ടാണ് രാത്രി 12 മണിക്ക് ഉറക്കം വരാതെ പിന്നെ എന്ത് ചെയ്യുന്നതാണോ 8 മണിക്ക് പോയിട്ട് 1 മണിക്കാണ് 2 മണിക്കാ വിട്ടപ്പോ ബിഗ് ബോസിനെ കുറിച്ച് അഭിപ്രായം പക്ഷെ ഞാൻ പോകാത്തോട് പൊളിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് ആകെ നാശമായിരിക്കുക കാസ്റ്റിംഗ് കൗച്ചും ഇതെന്തൊക്കെയാണ് ഡ്രഗ്സ് എന്തൊക്കെയാണ് പറയേണ്ടത് അഖിൽമാരാറും നമ്മളെ ഭയങ്കര പ്രശ്നം അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് പ്രശ്നം നമ്മളെ കൊണ്ടുപോകാത്ത പ്രശ്നമാണ് അതുകൊണ്ടാണ് എന്തായാലും അവർ നാറിപ്പോയി അഖിൽമാരാറ് വീഡിയോ ഇട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടപ്പോ തോന്നി പുള്ളി ഇപ്പൊ പറഞ്ഞ പുള്ളി നേരത്തെ പറയണ്ടല്ലേ ഇപ്പൊ പറയേണ്ട ആവശ്യം മനസ്സിലാണ് നേരത്തെ പറയണ്ടേ പുള്ളി നേരത്തെ കഴിഞ്ഞുണ്ടായിരുന്ന ആളല്ലേ അറിയില്ല ഇത് അത്യാവശ്യം അറിയില്ല എല്ലാവരും നെഗറ്റീവായിട്ടാ പറയാം എല്ലാവരും നെഗറ്റീവാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് പോരാ ബിഗ് ബോസ് വരാ മറ്റേ ഷാപ്പ് മോഡലൊന്നുമല്ല പുള്ളി പറഞ്ഞത് പണ്ടും ശരിയല്ലാണ് പണ്ടും ശരിയല്ല പേര് പറയണല്ല 2 പേര് ആൾക്കാർ പറയുന്നത് അത് പറയില്ലല്ലോ ആൾക്കാരെ അഖിൽമാര് ഇപ്പൊ എന്താണ് ഈ വീട്ടിൽ മനസ്സിലാണ് നേരത്തെ പറയേണ്ടതാണ് എല്ലാവരും സംഭവം ഞാൻ കാണാറൊന്നുമില്ല ഉടായ്പ പരിപാടി ഒരു മളുപ്പ് പരിപാടി ആകെ ഒരു ഗുണമുള്ള മോഹൻലാലാണ് പുള്ളി കാശ് കിട്ടും വേറെ ആർക്കും വലിയ ഗുണമൊന്നുമില്ല ഇവിടെ പൊങ്ങി വന്ന ആൾക്കാരും വലിയ റോബിനൊക്കെ ഗുണമുണ്ടായിട്ടില്ല സംഭവം എന്താ ഭയങ്കര നെഗറ്റീവ് അല്ലേ സാഡിസ്റ്റോ അല്ലേ ഇങ്ങനെ കുറെ കളിക്കുക ഭയങ്കര ആർഗ്യുമെന്റ് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പോഴത്തെ ആളുകൾ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ അറിയില്ല സോഷ്യൽ മീഡിയ എല്ലാം നെഗറ്റിവിറ്റിയാണ് മുഴുവൻ നെഗറ്റിവിറ്റിയാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഉണ്ടാവാതിരിക്കുന്ന ആളല്ല ഇങ്ങനത്തെ പ്രോഗ്രാംസ് എൻകറേജ് ചെയ്യരുത് കാരണം അത് ഭയങ്കര നെഗറ്റീവ് എനർജി ഉണ്ടാക്കും ഞാൻ കാണാറില്ല എല്ലാ ലിസ്റ്റിലും എന്റെ പേര് വന്നാണ് എന്നെ വിളിച്ചിട്ടില്ലായിരുന്നില്ല പഠിച്ച ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ടില്ല അണ്ണമ്മ വരാത്തതുകൊണ്ട് അടുത്ത ചിലപ്പോ പെരേര കയറാൻ സാധ്യതയുണ്ട് അടുത്ത ഉണ്ടായാൽ മതി ബിഗ് ബോസ് അടുത്ത ആഴ്ച ഉണ്ടായില്ലെങ്കിൽ കയറും അടുത്ത ബിഗ് ബോസ് ഉണ്ടാവാൻ പുള്ളി കയറും പുള്ളിക്ക് പറ്റിയ പരിപാടിയാണ് ഭയങ്കര ആർഗ്യുമെന്റും ഭയങ്കര നെഗറ്റീവാണ് ടെൻഷൻ ഉണ്ടാകും എന്തൊരു ആർഗ്യുമെന്റ് ആ ജാസ്മിനും മറ്റേ എന്തൊരു ആർഗ്യുമെന്റ് ആണ് ജാസ്മിനും പിന്നെ വേറെ ഗബ്രിയല്ല വേറെ ഉണ്ട് ജിൻഡോ അവള് എന്തൊരു ആർഗ്യുമെന്റ് ആണ് ഒന്ന് ജയിലിലെ സെല്ലിന്റെ ഉള്ളിൽ കടന്നു അവിടെ പോയി കിടക്കാൻ വയ്ക്കും ഇവിടെ എന്തൊക്കെയാണ് അവിടെ 2 പേരും മുതൽ എടുക്കുകയാണ് എന്തൊരു ആർഗ്യുമെന്റ് ആണ് ഇത് എന്റെ എന്ത് എൻജോയ്മെന്റ് കിട്ടാൻ അറിയില്ല ഇപ്പൊ ഈ ഫേസ്ബുക്ക് യൂട്യൂബിലെ കുറെ കമന്റ്സ് ഇല്ലേ വൃത്തിയുടെ കമന്റ്സ് ആണ് ആൾക്കാർ നെഗറ്റീവ് കണ്ട് എൻജോയ് ചെയ്യാണ് സാഡിസം പറയും എന്തൊരു കൂടുതൽ ഗുണമെന്ന് മനസ്സിലായി മുഴുവൻ നെഗറ്റിവിറ്റിയാണ് ഞാനൊന്നും കാണാറില്ല ഇതിനെക്കാണ് എന്റെ ഫേസ്ബുക്കിൽ കമന്റ്സ് നോക്കിയാൽ മതി വീഡിയോ മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നു മുഴുവൻ കണ്ടില്ല കുറെ കണ്ടു പുള്ളി ഇപ്പൊ വരേണ്ട ആവശ്യത്തിന്റെ മനസ്സിലാവണില്ല എന്തായാലും ലാലേട്ടന്റെ പേരിന് വരില്ലേ എന്ന് ആഗ്രഹിക്കുന്നു അടുത്ത നേക്കാളും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ബിഗ് ബോസ് ഉണ്ടാവില്ല ആകെ നാറിപ്പോയിരിക്കാം സ്വപ്നം പൊളി വെറുതെ അടുത്താണ് ഇനി കയറാൻ വേണ്ടേ ബിഗ് ബോസ് നിർത്തും ഇങ്ങനെയാണെങ്കിൽ പോകണമെന്ന് അടുത്താണ് ഉണ്ടാവും തോന്നുന്നില്ല ഇത് ആദ്യം മമ്മൂട്ടിക്ക് വന്ന പുള്ളി വേണ്ടെന്ന് വെച്ചാൽ പുള്ളി ദൂരം മാറിയെന്നാണ് മോഹൻലാലിന് ബിഗ് ബോസ് പടം ചെയ്യാൻ വേണ്ടി കാശ് വന്നല്ലോ നാട്ടിൽ കേസായി അല്ല അപ്പൊ അണ്ണ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ തൊപ്പിനെ കുറിച്ചിട്ട് മറ്റേ അതിന്റെ ഇടയിൽ തൊപ്പ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അണ്ണ ഉറങ്ങിയതുകൊണ്ടാണ് രാത്രി 12 മണിക്ക് ഉറക്കം വരാതെ പിന്നെ എന്ത് ചെയ്യുന്നതാണോ 8 മണിക്ക് പോയിട്ട് 1 മണിക്കാണ് 2 മണിക്കാ വിട്ടപ്പോ എനിക്ക് രൂപയുടെ കാര്യം മാത്രമല്ല 45 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു വേറെ കയറിയിട്ട് 45 മിനിറ്റ് ശേഷമാണ് ഞാൻ എന്നെ കയറ്റിയത് പിന്നെ ആ പോസ്റ്ററിൽ എന്റെ ഫോട്ടോ വളരെ ചെറുതായി എന്റെ വളരെ ചെറിയ വിളിച്ചു ചേർത്ത് അപമാനിക്കുന്ന പോലെ തന്നെയാണ് ഗ്യാങ് സ്പേസ് പോലെ വിളിച്ചു ചേർത്ത് അപമാനിക്കുക ചെയ്യില്ല രൂപയുടെ കാര്യം മാത്രമല്ല എനിക്ക് 2000 ഒരു ഡാൻസ് കളിച്ചിരുന്നു റോക്കി വന്നപ്പോ പെരേര ഉണ്ടായിരിക്കുകയും ചെയ്യണം റോക്കി വന്നവിടെ പെരേര ഒരു അക്ഷരം ഇട്ടിട്ടില്ല പിന്നെ രാത്രി 12 മണിക്ക് 1 മണിക്ക് ഉറക്കം വരാതെ പിന്നെ ഓടിച്ചാൽ നടക്കണം അതായത് 8 മണിക്ക് കൊണ്ടുപോയിട്ട് 2 മണിക്കാണ് വിട്ടത് എന്താണ് അയാൾ പണ്ടും കുറെ വേറെ ആൾക്കാർ കുപ്പിനെ പറ്റി ചോദിക്കാറുണ്ട് അപ്പൊ അവരതിന്റെ പുള്ളി ലക്ഷങ്ങളാണ് ചോദിക്കുന്നത് ആൾക്കാരുടെ കാശ് വെച്ച് പുള്ളി എല്ലാം ചെയ്യുന്നു കാശ് വെച്ചാണ് തുപ്പി എല്ലാം ചെയ്യുന്നത് അയാളുടെ കമ്മിറ്റി കണ്ടു മൈരി എന്നുള്ള പറഞ്ഞു ആ വേർഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതാണ് സ്റ്റാൻഡേർഡാണ് എന്തായാലും പെരേരാണ് സപ്പോർട്ട് പറഞ്ഞല്ലോ 2 നാളെ കോമ്പിനേഷനാണ് ഇനി ലൈവില് കാണാം പെരേരയും തുപ്പി 2 ഒരേ റേഞ്ചാണ് പടത്ത് ഭയങ്കര മണിമേണ്ടറാണ് 2 പൈസയുടെ ആൾക്കാരാണ് എന്നാലും എനിക്ക് പോകാൻ താല്പര്യമില്ല ഇത് വിളിച്ചു വെച്ചാൽ പണി കാരണം എല്ലാവരും വെക്കുന്ന 2000 രൂപ മാത്രമല്ല 45 മിനിറ്റ് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്താ
പിന്നെ പോസ്റ്ററിൽ ചെറിയ വിളിച്ചു ചേർത്ത് അപമാനിക്കുകയാണ്. പണ്ട് ജാങ്കോ സ്പേസിൽ അപമാനിച്ചില്ല, അതുപോലെ അപമാനിക്കലായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും തൊപ്പിയായിട്ട് ഇതിന് ബന്ധമില്ല. പിന്നെ ഒന്നുമില്ല, വെറുതെ വന്നതാ മണിക്ക്. ഞാൻ വെറുതെ വന്നോ? ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല? ഒരു പരിപാടിയില്ല. അതെന്താ വെച്ചോട്ടിൽ വർത്താനല്ല, നടികരാണ്. ശരി.